ഇപ്പൊ ഈ സംഭവം നേരിട്ട് കണ്ടപ്പോൾ ആ ഒരു ഭീകരത എന്ത് തോന്നി? ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഈ കുന്നാണ് പൊട്ടി വന്നേന്ന് വിചാരിച്ചു, തൊട്ടടുത്തുള്ള മലയാന്ന് പൊട്ടിയെന്ന് വിചാരിച്ചു മുൻവശം തുറന്നപ്പോ. അപ്പൊ ഞങ്ങള് പുറകോട്ടോടി തൊട്ടപ്പുറത്തെ പാടി, ഇത് വെസ്റ്റേന്റെ പാടിയാ, അതിന്റെ മുന്നിൽ പോയി നിന്നു. ആദ്യം പൊട്ടലിന് തന്നെയാണ്. എല്ലാരും കൂടെ എന്താണ് ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തു വന്ന് നോക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത പൊട്ടും. അപ്പോഴാണ് ഇത് മൊത്തം കുരുങ്ങണത്. അപ്പൊ എല്ലാരും എന്ത് ചെയ്ത്, അയൽവാസികളും എല്ലാരും പറഞ്ഞ് ഓടാ, നമുക്ക് വീട്ടിൽ നിൽക്കണ്ട, ഓടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും കൂടെ ഓടി ഒരു കാട്ടിൽ പോയി നിന്ന് ആ മഴയത്ത്. ആ കാണുന്ന വീട്ടിൽ 4 പേര് പോയി. അതിനപ്പുറത്താണ് നിങ്ങളുണ്ടായിരുന്നേ? ഞങ്ങളിത് വീട് കുരുങ്ങിയിരുന്നു. കുരുങ്ങിയപ്പോ ഞാൻ എന്താ ഇവരെയും കൊണ്ട് ആ മാവിലെ കൂടാണ്ട് ഓടിയിട്ട് അവിടെ അപ്പുറത്ത് പൊട്ടി വരുന്നുണ്ട്. അതിന്റെ അപ്പുറത്തെ 2 വീട്ടുകാരും ഈ വീട്ടുകാരും വീട് ചവിട്ടി പൊളിച്ചിട്ട് അവരെ പുറത്തിറക്കി. ഞാനിപ്പോ നിൽക്കുന്നത് അതായത് ചൂരൽമല കഴിഞ്ഞു നമ്മളെ മുണ്ടക്കൈ ഭാഗത്തേക്ക് കയറി വരുന്ന അടുത്തുള്ള ഒരു പാടി, അതായത് പുഞ്ചിവട്ടത്തിൻ്റെയും മുണ്ടക്കയുടെ അടുത്തുള്ള ഒരു പാടി എന്നുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഈ പാടിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കൃഷികൾ, എൻ്റെ ബാക്കിൽ തന്നെ കണ്ടാൽ നിങ്ങൾ ഈ കാണുന്നത് നമ്മളെ മാന്തോളി നാരങ്ങ എൻ്റെ നാട്ടിൽ പറയും, ബബ്ലി മൂസ ഈ നാട്ടിൽ പറയും, പല പേരുള്ളൊരു ഒരു പഴാട്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് ഏക്കർ കണക്കിന് കൃഷികളുണ്ടായിരുന്നൊരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഞാൻ പറയുന്നത് വെച്ചാൽ അധികം ന്യൂസ് ചാനലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീഡിയാസോ ഒന്നും എത്തിപ്പെടാത്തൊരു സ്ഥലത്താണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് ഒരു പാടിയിൽ നിന്ന് 4 പേര് മാത്രം ദുരന്തത്തിൽപ്പെട്ട് പോയി, ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെടുത്തിയ ഒരു രക്ഷകൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അവരത് അവിടുന്ന് പോവുകയാണ്, അവരിവിടുന്ന് എന്താ പറയുക വീടൊക്കെ ഒഴിവാക്കി പോവുകയാണ്, ഇനി ഈ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് പോവുക കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയ കാണിച്ചു തരാം നോക്കി. അവർ പോയിരുന്ന മനോഹരമായൊരു വഴിയായിരുന്നു കേട്ടോ അത്. ഒരുപാട് റീൽസിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഈ ഒരു ഏരിയ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ നോക്കി. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുണ്ടക്കൈ ഭാഗത്ത്, അതായത് പുഞ്ചിരിവട്ടം ഭാഗത്ത് താഴെ കണ്ടിരുന്ന ഒരു കുറച്ച് പാടിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സംബന്ധിച്ചാൽ അന്ന് ആളുകൾ ഓടിപ്പോയ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാണുന്നേ. നമുക്ക് ക്യാമ്പിലായിരുന്നു എല്ലാവരും അല്ലേ? പുറകിലൊക്കെ പോയത് ഭീകരാവസ്ഥ കണ്ടെങ്കിൽ വീട്ടിൽ 4 ആൾ പോയി. ആ കാണുന്ന വീട്ടിൽ 4 പേര് പോയി അല്ലേ? തൊട്ടപ്പുറത്ത് അതിനപ്പുറത്താണ് നിങ്ങളുണ്ടായിരുന്നേ? ഞങ്ങളിത് വീട് കുരുങ്ങിയിരുന്നു. കുരുങ്ങിയപ്പോ ഞാൻ എന്താ ഇവരെയും കൊണ്ട് ആ മാവിലെ കൂടാണ്ട് ഓടിയിട്ട് അവിടെ അപ്പുറത്ത് പൊട്ടി വരുന്നുണ്ട്. അതിന്റെ അപ്പുറത്തെ 2 വീട്ടുകാരും ഈ വീട്ടുകാരും വീട് ചവിട്ടി പൊളിച്ചിട്ട് അവരെ പുറത്തിറക്കി. കാരണം അവരെല്ലാം അടുക്കാൻ പോലെ പേടിച്ച് നിൽക്കുകയായിരുന്നു. ഓക്കെ അപ്പോൾ ഒരുപാട് പേരെ രക്ഷിച്ച ഒരാളും കൂടിയാണല്ലേ. പിന്നെ എന്നിട്ട് ഞാൻ ഇവിടെ എല്ലാവരും കൂടി കൊണ്ടിട്ട് ഇവിടെ നിർത്തി. പക്ഷെ അത്ഭുതം എന്ന് വെച്ചാൽ ആ വെള്ളം ഇങ്ങോട്ട് വരാതെ അപ്പുറം ചെരിഞ്ഞു പോയതുകൊണ്ട് അങ്ങോട്ട് മാറി കാണുക. ഈ പൊട്ടി പോകുന്ന മരങ്ങളും വലിയ പൊളിച്ചെറിഞ്ഞതിനെ കാണും തമ്പിച്ച് നിൽക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ ഈ വീട്ടിൽ 4 പേര് നമ്മളെ പോയില്ലേ? ഇവിടുന്ന് മാത്രമാണ് പോയിട്ടുള്ളത്? ഇല്ല, ഈ പാടിയിൽ ഈ പരിപാടി ഇവിടുന്ന് മാത്രം. ആ പാടിയിൽ കരച്ചിൽ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കയറാൻ ചളിയായിട്ട് കയറാൻ പറ്റില്ല. ഈ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ 4 പേരെ രക്ഷപ്പെടുത്തി മണ്ടടി വലിച്ചെടുത്തു. ആണല്ലേ? ആ മുകളിൽ കാണല്ലോ, അവിടെ കാണുന്ന ആ വീട്ടിൽ 4 പേരെ രക്ഷപ്പെടുത്തി ഞങ്ങൾ. ഞാൻ പേരെന്തേനു? റഷീദ്. സ്പോട്ടിംഗ് സമയത്ത് പിറ്റേന്ന് 4 മണി വരെ ഇവിടെ ഉണ്ടല്ലേ? ആ സമയത്ത് വെള്ളമൊന്നും കിട്ടാതെ, പിറ്റേന്ന് വെള്ളം കിട്ടാതെ ചളി വരുന്ന വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെയാ. മാത്രമല്ല ഞങ്ങൾ ആർമിക്കാരെല്ലാവരും 4 ആർമിക്കാർ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ റഷീദൊക്കെ പറയാനെന്താ വെച്ചാൽ ഭയങ്കര ഭീകരമായൊരു അവസ്ഥയായിരുന്നു. കാരണം പൊട്ടിയ സമയത്ത് അതെ അല്ലേ, ഈ ഭാഗത്ത് നിന്ന് ഒലിച്ചു വന്നത് അല്ലേ? ആ വീട്ടിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ആരും പോയിട്ടുണ്ടോ? രക്ഷപ്പെടുത്തിയില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ റഷീദൊക്കെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞു കേട്ടോ. സത്യം പറയാം, ഒരു രക്ഷകനാണ് നിൽക്കുന്നത് കേട്ടോ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഇത്ര നേരം. അപ്പോൾ ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയ സമയത്ത് ഒരു ഭയങ്കര ഭൂമി കുലുക്കം പോലെ ഒരു കുലുക്കായിരുന്നു. ഭയങ്കര എന്താ പറയുക, വീടൊക്കെ ഇങ്ങനെ കുലുങ്ങായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എത്ര ആയിരിക്കും അതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ, ആ കാണുന്ന ഏരിയ നിന്നൊക്കെ വെള്ളം വന്നിട്ട് ഇതിൽ കൂടെ പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതെ 4 പേര് പോയി എന്നാണ് ഇക്ക പറയുന്നത്. ഇക്ക ഇന്നാണോ നമ്മൾ സാധനം കൊണ്ടുപോകണേ? അപ്പോൾ നിങ്ങൾ എവിടെ താമസം? അവിടെ കോട്ടേഴ്സിലല്ലേ? ഓക്കെ. ഇപ്പൊ ഈ സംഭവം നേരിട്ട് കണ്ടപ്പോൾ ആ ഒരു ഭീകരത എന്ത് തോന്നി? ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഈ കുന്നാണ് പൊട്ടി വന്നേന്ന് വിചാരിച്ചു, തൊട്ടടുത്തുള്ള മലയാന്ന് പൊട്ടിയെന്ന് വിചാരിച്ചു മുൻവശം തുറന്നപ്പോ. അപ്പൊ ഞങ്ങള് പുറകോട്ടോടി തൊട്ടപ്പുറത്തെ പാടി, ഇത് വെസ്റ്റേന്റെ പാടിയാ, അതിന്റെ മുന്നിൽ പോയി നിന്നു. ആ സമയത്ത് ഞങ്ങളുടെ നേരക്ക് മരങ്ങളും പാറകളും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് 2 സൈഡിൽ കൂടെ. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു 5 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നുപോയി. മക്കളൊക്കെ കൂടെ ആ സമയത്ത്? എന്റെ ഒരു മോളും
പിന്നെ എൻ്റെ ഇക്കാന്റെ വല്യമ്മ ഉണ്ടായിരുന്നു. അവരൊക്കെ രക്ഷപ്പെടുത്തി. ഒക്കെ രക്ഷപ്പെടുത്തി. പിന്നെ കുറെ പേരെ ഇക്ക രക്ഷപ്പെടുത്തി. മണ്ണിനടിയിൽ നിന്ന് കുറെ പേരെ ഇക്ക രക്ഷപ്പെടുത്തി. ആ ഒരു സംഭവം നേരിട്ട് കണ്ട് ആ ഒരു ഭീകരത മനസ്സിന് പോയോ? പോയിട്ടില്ല, ഒരിക്കലും പോകാൻ കഴിയണില്ല. ഇപ്പോഴും നമുക്ക് ഉറക്കില്ല. രാത്രി മോൾക്കൊന്നും ലൈറ്റ് ഓഫ് ചെയ്യാതെ കിടക്കണം. പിന്നെ ആ ലൈറ്റുമ്പോൾ തന്നെ കിടക്കും. പിന്നെ എപ്പോഴാണ് അവൾ ഉറങ്ങുന്നത് പോലും ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. ഈ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം 28 ദിവസമായല്ലോ. ഇപ്പോഴാണ് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ ഈ നിലവിൽ ഇനി ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇല്ല, ഞങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരണ്ട അങ്ങോട്ട്. ഞങ്ങൾ വീട് വെച്ചത് മേലെ കുറച്ചും കൂടി പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ആ വീടിനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ വീട്ടിൽ ഒരു ദിവസം പോലും കഴിയാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വേദനയോട് കൂടിയാണ് ഞങ്ങൾ ഈ മുണ്ടക്കയോട് ഇവിടെ പറഞ്ഞപ്പോൾ പോകണത്. ആ വീടിപ്പില്ല ഉണ്ട്, വീടുണ്ട്. പക്ഷെ നമുക്ക് അതിൽ ജീവിക്കാൻ കഴിയൂല. ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ പോലും നമുക്ക് കഴിയൂല. കാരണം കൽപ്പറ്റ പോലും നമുക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സ്ഥലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിഭീകരമായ ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഉറങ്ങാൻ കഴിയൂലല്ലോ. അപ്പോൾ 15 വർഷത്തോളമായിട്ട് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി, അതായത് ഈ പാടിലെല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു ഏരിയ ആയിരുന്നത് ഇന്ന് ഈ ദിവസം, ഇന്ന് 28-ാം തീയതിയാണ്. ഇന്നത്തോടു കൂടി അവർ ഈ നാട്ടിൽ നിന്നും വിട പറയുകയാണ്. ഇനി അവരില്ല, ഈ നാട് നമുക്ക് വേണ്ട, ഇത്രയും സ്ഥലങ്ങളൊന്നും അവർക്ക് ഇനി വേണ്ട, ഒന്നും വേണ്ട, അവരൊന്ന് പോവാണ് കേട്ടോ. ആ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. ഏതായാലും എന്താ പറയുക, അതിനൊന്നും പറയാൻ വാക്കുകളില്ല. കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവുക, അത് മാത്രമേ ഇനി അവർക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പം ആ ഭാഗമായിരുന്നു ഇതിൻ്റെ മുൻവശം കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശം നോക്കുന്നുള്ളൂ ഉണ്ടോ? ഇത് കണ്ടോ? ഈ ബാക്ക് വശം മാത്രമല്ല, ഇവിടം വരെ ഇങ്ങനെ റൂമായിരുന്നു കേട്ടോ. അത് മൊത്തം തുടച്ചങ്ങനെ കൊണ്ടുപോയി. ഏതായാലും ഇതൊന്നും അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല ന്യൂസിൽ. കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ആരും എത്തിപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇനി ഒരാൾ നല്ല മഴ കേട്ടോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുക, പക്ഷെ രക്ഷയില്ല. ഞാൻ നിൽക്കുന്ന ഏരിയൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. പക്ഷേ ഇത് നേരെ ഒലിച്ച് വന്നിട്ട് പോയ വീടല്ല, പകരം വെള്ളം ഇങ്ങനെ കൺവേർട്ടായിട്ട് ഇങ്ങനെ കറങ്ങുമല്ലോ, ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങിയിട്ട് അങ്ങനെ പോയൊരു വീടായിരുന്നു ഇവിടെ ഉള്ളത് കേട്ടോ. ഈ വീടിൻ്റെ അയൽക്കാരൻ, അവിടെ ഉണ്ടായിരുന്ന ഒരു അയൽക്കാരനായിരുന്നു ഇത്. ആളെ വീടിൻ്റെ ആ ഒരു ഭാഗം, പുഴയുടെ ഏരിയ ഉണ്ടല്ലോ, അപ്പുറ സൈഡ് ആണ് പോയത് കേട്ടോ. ഈ ഭാഗം പോയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഭാഗം മുൻവശം അവിടെ ഉണ്ട്, പകരം വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോകേണ്ട വെള്ളമായിരുന്നു. പക്ഷേ അതിൻ്റെ ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങി ഇങ്ങനെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, ചുഴി പോലെ ആയി. അപ്പോൾ ആ ഒരു വരവിൽ നശിച്ചു പോയ വീടാണ് കേട്ടത്. അതായത് നമ്മുടെ ചൂരൽമല ഭാഗത്ത് ഫസ്റ്റത്തെ വീട് കേട്ടോ, പോയ ഫസ്റ്റ് വീട് അതാണ്. സെക്കൻഡ് വീട് ഇതാണ് കേട്ടോ.